ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. മറ്റൊന്നല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരുപാട് വിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വിഷ് ചെയ്തത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ബർത്ത്ഡേക്ക് ആണെങ്കിൽ പോലും എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഒരുപാട് വിഷസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബർത്ത്ഡേ തലേ ദിവസം കറക്റ്റ് അന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബേബിയുടെ മൂവ്മെൻറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയതായിരുന്നു. വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് ഒബ്സർവേഷൻ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ആക്കിയതായിരുന്നു. അപ്പം നമ്മളങ്ങനെ അവിടെ അഡ്മിറ്റായി റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് ആയതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ വന്നത്. അന്നാണെങ്കിൽ ഹോട്ടലെല്ലാം അടവായിരുന്നു, നമ്മുടെ ഹർത്താലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ കയ്യിലുള്ളതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം വരാന്തയിലൂടെ ഒക്കെ നടന്നു. പിന്നെ നമ്മളവിടെ ജ്യൂസ്, പപ്സ്, അങ്ങനത്തെ നമുക്ക് എല്ലാ ഐറ്റംസും, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബേബി നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ എന്നെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒബ്സർവേഷനിൽ വെച്ചതായിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആക്കി. ഇപ്പോൾ ഓക്കെയാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.